everyone, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവമായിട്ടാണ്. അതെന്താണെന്നല്ലേ, അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുള്ള എല്ലാവർക്കും, കുട്ടികളുള്ള വീട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. അമ്മ കൊടുക്ക് പോയി, സിബ് പോയി, ബട്ടൺ പോയി, ഇതൊന്ന് ഇട്ട് തരുമോ, ഇത് പിന്നു കുത്തി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ എന്താണെങ്കിലും വരുന്നുണ്ടാവും അല്ലേ. അപ്പൊ അതിനുള്ളൊരു റെമഡിയാണ് നമുക്കത്. അങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം വേണം നമുക്ക് അതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാനായിട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒറ്റ പ്രസ്സിൽ കാര്യം കഴിയും. ഇതൊരു പ്രസ് ബട്ടന്റെ സെറ്റാണ്. മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 222 ആയിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതെങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നതെന്ന്. ഈ സംഭവം നമുക്കറിയാം, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതെങ്ങനെ ഇനിയിപ്പം ഇതിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടണം എന്നില്ല. ഞാൻ 1-2-3 മിനിറ്റ് ഒന്ന് നോക്കിയിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിൽ നോക്കി പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പൊ ഒന്ന് ഇതാണ്, ഇങ്ങനെ ഒരു മുള്ളു പോലത്തെ ഒന്ന് വന്നിട്ടുള്ള ഒന്നുണ്ട്. അതുപോലെ ഒന്നൊരു ഹോള് വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഒന്ന് ആ ബട്ടൺ നമുക്ക് അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. മറ്റേത് രണ്ടും നമ്മൾ അത്ര അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും സംഭവങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു സെറ്റിന് വേണ്ടത് 4 സാധനങ്ങളാണ്. 4 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ചാല് 2 എണ്ണം ഇങ്ങനെയുള്ള ഈ മുള്ളു പോലത്തെ സംഭവം, പിന്നെ ഒന്ന് ഈ ഒരു പ്രസ് ചെയ്യുന്ന സാധനം, ഒന്ന് ഈ പ്രസ് ചെയ്യുന്ന ഒരു സാധനം. ഇത് വന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ അമർത്തി മേലേന്നും താഴേന്നും കൂടെ ഒറ്റ പ്രസ് ചെയ്ത് നിർത്തുക ചെയ്യുന്നത്. അപ്പൊ ആ മേലേന്ന് ഉള്ളിലേക്ക് കയറി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മുള്ളു പോലത്തെ സംഭവം വെക്കുന്നത്. അപ്പൊ ഇതൊരു സെറ്റും ഇതൊരു സെറ്റും ആണ്. നമ്മൾ എപ്പോഴും വെക്കുന്ന സമയത്ത് താഴെ വന്നിട്ട് ഈ ഒരു ഹോളുള്ള സംഭവം വെക്കുക. ആൻഡ് ഇത് വന്നിട്ട് മേൽഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടതെങ്കിൽ രീതിയിൽ. ഇപ്പൊ ഡ്രസ്സ് ഇവിടെയും അടിഭാഗം ഇവിടെയും വരും. ഡ്രസ്സിന്റെ മേൽഭാഗത്ത് ഈ സംഭവം വരും, താഴെ ഭാഗത്ത് ഈ സംഭവം വരും. ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ എത്രത്തോളം വർക്ക് ആവും എനിക്ക് അറിയില്ല. അത് കുറച്ച് കട്ടിയുള്ള തുണിയാണ്. കട്ടിയുള്ള തുണിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ ആമൂന് തയ്ച്ചിട്ടുള്ളൊരു സ്കേർട്ടായിരുന്നു. എനിക്ക് ഒരു ധാവണി ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഞാനിവിടെ ആഡ് ചെയ്യും. ബ്യൂട്ടിഫുൾ ക്ലോത്ത്, കുറച്ച് സ്റ്റിഫാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിൽ നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ സംഭവം എടുക്കാം. ഈ സംഭവം എടുത്തതിന് ശേഷം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 4 സംഭവങ്ങളില് ഇത് 2 സൈഡും ഡിഫറെന്റ് ആണ്. ഒന്ന് നമ്മുടെ ആ ഒരു ബട്ടന്റെ ഹോൾ, ഈ സംഭവം പോലത്തെ ഒരു സാധനം കാണാം. ഈ സംഭവം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഈ ഒരു കുത്തുള്ള ഒരു സംഭവം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. അത് വന്നിട്ട് എപ്പോഴും നമ്മൾ ഈ 2 സാധനങ്ങളാണ് അവിടെ വെക്കുന്നത്. മുള്ളുള്ള സാധനങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുഴിഞ്ഞൊരു പ്രതലുണ്ട്, അവിടെയാണ് വെക്കുന്നത് കേട്ടോ. ആ കുഴിഞ്ഞൊരു സ്ഥലത്താണ് വെക്കുന്നത്. ആ കുഴിഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം തന്നെ ഞാൻ ഇത് വെച്ച് കൊടുക്കട്ടെ. ഈ മുള്ളു പോലത്തെ സംഭവങ്ങളാണ്. ഇത് വന്നിട്ട് മേലെ ഇത് കണ്ടില്ലേ, ഇത് ഈ വാഷറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നോളൂ കേട്ടോ. മേലെ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടോ, ഇതിപ്പം ഇങ്ങനെ ഒരു ബെൻഡുള്ള സൈഡ് ഉണ്ട്. ഈ സംഭവം കണ്ടില്ലേ, ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം വന്നിട്ട് ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിന്ന് കയറി നിൽക്കാനുള്ള ഒരു വളഞ്ഞുള്ളിലേക്ക് ഒരു ബെൻഡ് ഉണ്ടാവും. ആ ഭാഗം വന്നിട്ട് നമ്മൾ മേലെ വെച്ച് കൊടുക്കാം. ഒരെണ്ണം തെറ്റിപ്പോയാൽ അടുത്തൊരു നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ കുടുക്കൊന്ന് 2 ഭാഗത്തും ഇട്ട് നോക്കുക. ഇതില് ഈ കുടുക്ക് ഇടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ, ഇതിന്റെ ഉള്ളത്തെ വായ്ഭാഗം ഇല്ലേ, ആ വായ്ഭാഗം ചെറുതാണ് നമുക്ക് കുടുക്ക് കറക്റ്റ് കൊള്ളാനായിട്ട്, ടക്ക് നിലി കയറി നിൽക്കാനായിട്ട് വേണ്ടത്. ചെറുത് വായ്ഭാഗം വലുതാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ആ വായ്ഭാഗം വലുത് വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റാൻ. അപ്പൊ ആ വായ്ഭാഗം വലുത് വന്നിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് സംഭവം വന്നിട്ട്. അപ്പൊ ഇനി ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനെയാണ് സ്കേർട്ട് വേണ്ടത്. ഏകദേശം നിങ്ങളൊരു ഐഡിയ യൂസ് ചെയ്യണേ. ഇങ്ങനെയാണ് എനിക്ക് ഈ സ്കേർട്ട് വേണ്ടത്. എനിക്ക് അപ്പം ഇങ്ങനെ വന്നിട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങോട്ടാക്കി കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഈ സാധനം മേലെ വരണം. അപ്പൊ മുള്ളു പോലത്തെ സാധനമാണ് താഴെ വരിക. എപ്പോഴും നമ്മൾ ഉൾഭാഗത്തേക്ക് വരാം. ഞാൻ ഇതിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ആ മുള്ളു പോലുള്ളത് ഉൾഭാഗത്തേക്ക് വെച്ചു, മറ്റത് മേൽഭാഗം വെച്ചു. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങ് പോരും. അപ്പൊ ഇതാ സംഭവം ഫിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ബാക്ക് ഭാഗം ഇങ്ങനെ വരും, മുൻഭാഗം ഇങ്ങനെ വരും.
ഞാനൊന്ന് കടിച്ചു കൊടുക്കണ്ടേ. നമുക്ക് എന്തെങ്കിലും ചുറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിക്സ്. ഇനി ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക. നമുക്ക് ഇവിടെയാ വേണ്ടത്. ഇവിടെ വേണ്ടതിന് എഗെയിൻ നമ്മുടെ മറ്റേ സംഭവങ്ങളില്ലേ, ആ സാധനം ഈ കുഴിഞ്ഞ ഭാഗത്തേക്ക് ഇത് കണ്ടോ, അങ്ങനെ ഒരു കുഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം, അവിടേക്ക് നമുക്ക് മുള്ളു പോലത്തെ സാധനം വെച്ച് ഇറക്കി കൊടുക്കാം. ഇതിനി നേരെ ഓപ്പോസിറ്റ് ആണ് വരാം. മറ്റേത് നമുക്ക് മേലോട്ടേക്കായിരുന്നില്ലേ, നല്ല ഭാഗത്തേക്കായിരുന്നല്ലോ ഈ സംഭവം വന്നിരുന്നത്. പക്ഷെ ഇനി മുള്ളു പോലത്തെ സാധനം ചീത്ത ഭാഗത്ത്, സോറി നല്ല ഭാഗത്തേക്കും മറ്റത് ചീത്ത ഭാഗത്തേക്കും. അപ്പൊ ഇത് വെച്ചു കൊടുക്കുമ്പോൾ അതേപോലെ ആ ഒരു ഷേപ്പ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കണം. കണ്ടോ, ഇത് ഈസിയാ പറഞ്ഞു തരാനായിട്ട്. മറ്റേ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ട് പറഞ്ഞു തരാനായിട്ട്. ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഈ മുള്ളു പോലെയുള്ളത്, ഇത് തുണിയുടെ നല്ല ഭാഗമാണ്. അപ്പൊ ഇതാ ഓക്കെ, പ്രസ് ചെയ്യുന്നുണ്ട്. പ്രസ്സിങ് ജസ്റ്റ് ഒരു 1 2 കണ്ടോ. ഇനി ഇത് വന്നിട്ട് കട്ടിയുള്ള തുണിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. കട്ടിയുള്ള തുണിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ഇതിലേക്ക്, ആ മുള്ളു കറക്റ്റ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇനി ആ മുള്ളു പോലത്തെ സംഭവത്തിന്റെ അവിടേക്ക് ഞാനിത് കറക്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, കുറച്ച് മെഷീന്റെ വർക്ക് അവിടെ കുറഞ്ഞു. മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഇനി തോന്നുന്നു. നോക്കാം നമുക്ക് എന്താണെങ്കിൽ. കട്ടിയുള്ള തുണിയാണെങ്കിൽ നമ്മൾ ഒന്ന് കടിച്ചമർത്തിയും കൂടെ കൊടുക്കുക കേട്ടോ. നമ്മുടെ പല്ലിനോടൊന്നും വരില്ല. സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതിങ്ങനെ ടക്ക് ചെയ്യുന്നതിൽ പൊട്ടിപ്പോരൊന്നുമില്ല. അതുണ്ടല്ലേ, കുറച്ചെണ്ണം മതി. നല്ല നീറ്റാണ് താനും, അങ്ങനെ വൃത്തിയേടൊന്നും ആയിട്ട് കാണുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള പൊന്നി നിൽക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എവിടെയും കൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ ക്ലിയർ ആയിട്ട് അവിടെ നിന്നോളൂ. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? മീഷോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ തുണിയിലേക്കായിരിക്കും ഈസി ആയിട്ട് പറ്റുന്നത്. കട്ടിയുള്ള തുണിയാണെങ്കിൽ ഒന്ന് കടിച്ചു അമർത്തി കൊടുക്കുക. അപ്പൊ ഞാൻ കടിച്ചമർത്തി കൊടുത്ത പോലെ ഒന്ന് കടിച്ചമർത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും, കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ആയിക്കോളും അവിടെ. മറ്റത് നമുക്ക് ചുറ്റിക വെച്ചിട്ട് അടിക്കാം. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചുറ്റിക വെച്ചിട്ട് അടിക്കാം. പക്ഷെ ഇത് നമുക്ക് ചുറ്റിക വെച്ചിട്ട് അടിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം വന്നിട്ട് കലങ്ങി പോകും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് സംഭവം വന്നിട്ട്. ഡീറ്റെയിൽസ് ഞാൻ മീഷോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഞാൻ കുറേ ആയിട്ട് എന്റെ കാർട്ടിലിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡാൻസിന്റെ ഡ്രസ്സ്, ഞാൻ ഒരു ഭരതനാട്യം കോസ്റ്റ്യൂം വരുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് കട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. പാർട്ട് ബൈ പാർട്ട് ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ യൂസ്, ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്നുള്ളത്. മെയിനായിട്ട് അതാണ്. പിന്നെ നമുക്ക് എന്താണെങ്കിലും വലിച്ചെറിയേണ്ട ഒരു അവസ്ഥ വരില്ല. ഉപകാരമുള്ള സംഭവമാണ്. കാരണം രണ്ടുപേർക്ക് എപ്പോഴും സിബ് പോയി കൊടുക്കു പോയി എന്നുള്ള പരാതി ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും വലിച്ചെറിയേണ്ട ആവശ്യം വരില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.